പുലർച്ചെയാണ് സ്വിസ് എയർ വിമാനത്തിൽ ഒരു തീപിടുത്തം ഉണ്ടാവുകയും ഉടനടി തന്നെ വലിയ രീതിയിലുള്ള ഇടപെടൽ നടത്തി യാത്രക്കാരെല്ലാം സുരക്ഷിതരായി ഒഴിപ്പിക്കാൻ സാധിച്ചിരുന്നു. 1:30 കൂടിയാണ് ഈ അപകടം നടക്കുന്നത്. സ്വിസ് എയർ വിമാനത്തിന്റെ എഞ്ചിനിൽ തീപിടിക്കുന്നത് കണ്ടത് ഉടൻ തന്നെ വിമാനം റൺവേയിൽ നിർത്തിക്കൊണ്ട് യാത്രക്കാരെ ഒഴിപ്പിക്കുകയായിരുന്നു. ഡൽഹിയിൽ നിന്ന് സൂറിച്ചിലേക്കുള്ള വിമാനത്തിലാണ് ഒരു തീപിടുത്തം ഉണ്ടായത്. എന്തായാലും ഈ യാത്രക്കാരെ ഒഴിപ്പിക്കുന്ന വേളയിലാണ് 6 പേർക്ക് പരിക്കേറ്റിട്ടുള്ളത്. ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെന്നും ഇവർക്ക് ആവശ്യമായ ചികിത്സ നൽകി വരികയാണെന്നതാണ് വിമാന കമ്പനി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും എന്താണ് ഈ അപകട കാരണം അല്ലെങ്കിൽ തീപിടുത്തത്തിന് കാരണമെന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല. സ്വിസ് എയർ കമ്പനി അധികൃതർ ഉടൻ തന്നെ ഡൽഹിയിലേക്ക് എത്തി കൂടുതൽ പരിശോധനകൾ നടത്തുമെന്നതാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രാവിലെ 1:30 കൂടിയാണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഉടനെ തന്നെ ഇടപെടൽ നടത്തുകയും യാത്രക്കാരെ എല്ലാം സുരക്ഷിതമായി ഒഴിപ്പിക്കുവാനും സാധിച്ചിരുന്നു. 232 യാത്രക്കാരായിരുന്നു ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. എയർബസ് A330 എന്ന വിമാനത്തിലാണ് ഒരു തീപിടുത്തം ഉണ്ടാവുകയും യാത്രക്കാരെ അടക്കം ഒഴിപ്പിക്കുകയും ചെയ്തു. എന്തായാലും അന്വേഷണം DGCയുടെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ഡൽഹി വിമാനത്താവള അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകും. അതിനുശേഷം മാത്രമായിരിക്കും എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമെന്ന് വ്യക്തമാകും.